ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനിയെ നിശിതമായി വിമർശിച്ചൊരു മനുഷ്യനുണ്ട്, ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളെ. നമ്മൾ ആലോചിക്കുക, അങ്ങനെയൊക്കെ അവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന്. ഇത്ര വലിയ ആലിമ്യങ്ങളൊക്കെ വിമർശിക്കുകയോ? അപ്പോൾ മഹാനവറുകൾ വാതിലടച്ച് മെല്ലെ ഇങ്ങനെ തുറന്നു വെച്ചു കൊടുത്തു. അപ്പോൾ അകത്തേക്ക് പോയി എന്ന് വിചാരിച്ചപ്പോൾ ഈ മനുഷ്യൻ പുറത്തു പോയി. അങ്ങനെ ഇബ്നു ഹജർ തങ്ങൾ വാതിൽ തുറന്നു. ഇപ്പുറത്തേക്ക് വന്നപ്പോൾ അയാൾ വീണ്ടും വന്നു, വീണ്ടും ഒരുപാട് ചീത്ത പറഞ്ഞു. അപ്പോൾ മഹാനവർ പറഞ്ഞു, വമാ ബഖിയ ഇല്ലൽ ഇൻസിറാഫ്, ഇനി ഞാൻ ഇവിടെ നിന്ന് പോവുക നല്ലത്. ശിഷ്യന്മാരോടെ ഉണ്ട്, ആ ശിഷ്യന്മാരോട് പറഞ്ഞാൽ ഈ മനുഷ്യനെ ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂ, ഇത് പറഞ്ഞാൽ മതി, അവർ പിടിച്ചുകൊണ്ടുപോകും. പക്ഷേ മഹാനവറുകൾ അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, ഞാനിവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞു റൂമിൽ കയറി വാതിലടച്ചു എന്നാണ്. ഇത് ആരാന്നറിയോ? സ്വഹീഹുൽ ബുഖാരിക്ക് ശറഹ് ചെയ്ത ഫത്ഹുൽ ബാരിയുടെ അല്ലാമ ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ, വലിയ മഹാനാണ്. അദ്ദേഹത്തിൻ്റെ എപ്പോഴും ദർസ് നടത്തുന്ന മദ്രസയിലേക്ക് വന്നപ്പോഴേ അന്നവിടെ ചാവി എടുക്കാൻ മറന്നുപോയി മഹാനവറുകൾ, കീ എടുക്കാൻ മറന്നുപോയി ഡോറിൻ്റെ. അപ്പോൾ അസ്ഖലാനിൽ നിന്ന് കുറച്ച് ദൂരം യാത്ര ചെയ്യണം ഇങ്ങോട്ട് എത്താൻ. ചാവി വീട്ടിലാണ്. ഇബ്നു ഹജർ തങ്ങൾ ചെയ്ത പണി എന്താണെന്നറിയോ? സമയത്തിൻ്റെ വില മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, സമയത്തിൻ്റെ വില വലുതാണ്, അതുകൊണ്ട് എനിക്കറിയാം സമയം വൈകിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഒരു സമയവും വെറുതെ പോവരുതേ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അനാവശ്യ ചർച്ചകളൊക്കെ നമ്മൾ മാറ്റിവെക്കുന്നത്. മഹാനവറുകൾ ആശാരിയെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. വാതിൽ പൊളിച്ചിട്ട് വേറെ പൂട്ടിടാനാണ് പറഞ്ഞത്. അപ്പോൾ ആളുകൾ ചോദിച്ചു, ആ ചാവിയുടെ വീട്ടിലില്ലേ, അത് എടുത്തു കൊണ്ടുവന്നാൽ പോരെ? അത് എടുത്തുകൊണ്ട് വരുമ്പോഴേക്കും ഈ ആശാരിയെ വിളിച്ച് ശരിയാക്കുന്നത് നോക്കിയാൽ ഇതാണ് എളുപ്പം, നമുക്ക് സമയലാഭം ഇവിടെയാണ് എന്ന് പറഞ്ഞ് വാതിൽ പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി ദർസ് നടത്തിയ മഹാനാണ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി. രണ്ട് ഇബ്നു ഹജർമാരുണ്ട്. ഒന്ന് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി, ഫഖീഹായ മഹാൻ, മുഹദ്ദിസായ ഹാഫിളാണ് ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ. അതുകൊണ്ട് മഹാന്മാർ കാണിച്ച ചില നിലപാടുകൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഒരു മജ്ദൂബായ മനുഷ്യൻ ഇബ്നു ഹജർ തങ്ങൾ നടന്നു പോകുമ്പോഴേ തലപ്പാവ് കണ്ടോ? ഒരു കെട്ടിടം പോലുണ്ട തലപ്പാവ് കണ്ടില്ലേ? അമാമത്തുൻ കൽ അബ്റാജ്, മജ്ദൂബായ മനുഷ്യനായിരുന്നു. ഇബ്നു ഹജർ തങ്ങളും ശിഷ്യന്മാരും പോകുമ്പോൾ തലയിക്കെട്ട് നോക്കി കളിയാക്കിയെന്ന്. ഓ, തലയിക്കെട്ടിൻ്റെ വലുപ്പം കണ്ടോ എന്ന് പറഞ്ഞ് കളിയാക്കി എന്നാണ്. വഅക്മാമും കൽ അഖ്റാജ് വൽ ഇൽമു ഇൻദല്ലാഹ്, എന്താ കുപ്പായ കൈയൊക്കെ കണ്ടില്ലേ? ഇൽമ അള്ളാൻ്റെ അടുത്താണ്. ഇവരൊക്കെ എന്ത് ആലിമീങ്ങളാണ്. മജ്ദൂബാണ്. മജ്ദൂബ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ജനങ്ങളുടെ മുമ്പിൽ മജ്നൂനായി നടക്കുന്ന ആളുകളാണ്. ഇബ്നു ഹജർ തങ്ങൾ പോകട്ടെ, ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് കടന്നുപോയി എന്നാണ് മഹാനവറുകൾ. സുബ്ഹാനല്ലാഹ്.